എന്താ കുഞ്ഞപ്പച്ചി കാട്ടിന്? തേങ്ങ എടുക്ക? അനക്ക് തിന്നാൻ വേണ്ടി ചേർക്കണ്? അല്ല വല്യമാക്ക് അരിമണിയും ചായ കുടിക്കണം അത്ര. ഇജ്ജ് തേങ്ങ ചെയ്തൊക്കെ ഇജ്ജനല്ലേ തിന്നണ്? ഇങ്ങനെ തേങ്ങ തിന്നാണ്ടത് ഉണ്ടാകുക? നല്ല ആളെ ഏൽപ്പിച്ചിക്കണ്. വല്യമ്മ പറയാ മോനെ എന്നോട് ചെവി കൊടുത്തരാണേ, ചെവിയെല്ലാം കേൾക്കും, കണ്ണ് കാണില്ലെല്ലാം കേൾക്കും. ഞാൻ അവിടെ ഇരിക്കണ്ട് വല്യമ്മ പറയാ വല്യമാക്ക് അരിമണി ചായയും അരിമണി വറുത്ത് ചായയും കാട്ടുക. അപ്പൊ ഉമ്മ എന്നോട് പറയും മാക്കാണ് മോനെ ചായച്ച ഒടിച്ചിട്ടാണ്ട് പോയിട്ടോള് ഓടി മടിയില്ല എത്ര പറഞ്ഞത്. ഓടി മടിയില്ല എത്ര ഓക്കരാക്കാട് എന്തൊക്കെ പറയുന്നത് വൃക്കണന്ന്. ഇപ്പൊ തരാണ് വല്യമ്മ, തേങ്ങ ചേർന്നിട്ടോളൂ. അരിമണി ചായ ഇപ്പൊ തരാം. ഉമ്മ വന്നിട്ട് ചെല്ലോ, ഉമ്മ അതിന്റെ അരിമണി വറക്കോ. അങ്ങനെ ഞായറാഴ്ച അറിഞ്ഞ പക്കരക്കാരുണ്ട്, ആരെ കൊറേ വെറുകുണ്ട് അത്ര. അപ്പൊ ഉമ്മാട് വന്ന് വിവാഹങ്ങളും പോയി ഞങ്ങൾക്കൊക്കെ കൊണ്ടുപോവാ. സുബൈദ ചോദിച്ചിരിക്കണത്ര, ഏത് സുബൈദ കൊണ്ടുപോകല്ലോ. അപ്പൊ സുബൈദാക്ക് ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട, ഞമ്മക്ക് പോവാറിഞ്ഞ്. അതിന്റെ അറിയിലാണ് വല്യമാക്ക് അരിമണി തേങ്ങയും വറുത്തൻ ഞങ്ങൾക്ക് തിന്നായിരുന്നു. കൊറേ ആയി തിന്നിട്ട് മോനെ വല്യമ്മ 4 ദിവസമായി വന്നിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഉമ്മാട് പോയിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പോയി തേങ്ങ അരിഞ്ഞിക്കോട് അരിമണിക്ക് വറക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു തേങ്ങ അരിഞ്ഞിക്കോട് ഇരിക്കാണ്. അപ്പൊ വല്യമ്മ വന്ന കനിക്കും തിന്നാ. അത് ശരി. അന്നെ ആരെ ഏൽപ്പിച്ചത്? തേങ്ങ എടുക്കാൻ ഉമ്മ ഏൽപ്പിച്ച് പോയത്. അതില് പ്ലേറ്റില് ആയിട്ടില്ലല്ലോ. എത്ര മുറി ചരുകി കഴിഞ്ഞ്? ആകെ എങ്ങനെ വെച്ച് തിന്നല്ലേ? ആയതൊക്കെ വെച്ച് തിന്നല്ലേ? കുഞ്ഞാപ്പൂച്ച പുറത്തിറങ്ങി അവിടെ അങ്ങനെ ഇരിക്കല്ലേ? പുറത്തേക്ക് ഇറങ്ങ്. ഞാൻ എന്നെ അവിടെ ഒന്നും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ എന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ എന്താണ് അത് പറയും? വല്യമാട് ഇരുന്നോട്ടെ. ഞാനേ എന്റെ കഥ കേൾക്കാൻ വേണ്ടിട്ട് വന്നാണ്. എന്നോട് പറയാനേ വലിയ അടയിൽ ലാഭം വിളിച്ചോണ്ടേതല്ലേ. വലിയ അടയിൽ വിളിച്ചോണ്ടായിട്ട് വല്യമാക്ക് 2 ദിവസം അവിടെ നിന്നാ വല്യമ്മ അവിടുന്ന് വണ്ടി വരും, ഇവിടെ പോവും. എന്നിട്ട് ഒരാഴ്ച ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അല്ലാണ്ട് കണ്ടു. എന്നിട്ട് അവിടെ എത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ വല്യമാക്കാണ് ഒരു തരം ഭ്രാന്താണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ കഴിഞ്ഞിട്ട് എളാപ്പാടുന്ന് അമ്മായിന്റെ അടുക്ക് പോയി. അമ്മായിന്റെ അടുത്ത് വല്യമാന്റെ ഇതൊന്നും വേകൂല. ഉമ്മ അറിയും പ്രായമായി വന്നുകൊണ്ടിരിക്കല്ലേ, തിന്നിട്ട് മുടിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരുന്നൂടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞാപ്പോ, പ്രായമായ കുട്ടികളെ മനസ്സല്ലേ. കുട്ടികളെ മനസ്സിലാക്കിട്ട് ആ പിള്ളേര് എന്താണ് ഇപ്പൊ വെക്കാശന് വന്ന പിള്ളേരില്ലേ അമ്മായിന്റെ പേരക്കുട്ടികളൊക്കെ ഓറ്റങ്ങള് മണ്ടി കളിക്കുമ്പോ തല കിടന്ന് തീർവത്ര എന്താണ് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവിടെ തൊട്ട് നിസ്കാരക്കൊപ്പായം തൊട്ട് അങ്ങനെ ആക്കിയിട്ട് മോനെ അമ്മായിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിരിക്കുന്നു. അമ്മായിന്റെ പേരക്കുട്ടി 2 ദിവസം നിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ ചോദിച്ചാത്ര അമ്മായി ചോദിച്ചാത്ര അല്ല അമ്മ എന്താണ് നിങ്ങൾ താത്താനൊക്കെ വിളിക്കലില്ല, താത്താൻ ഇപ്പൊ കാണലില്ല അത്ര, എന്റെ അമ്മയാണ്. അത് കേട്ടപ്പോ അമ്മ വല്യമ്മ അറിയാത്ര ആടി എനിക്ക് ഞാൻ ഇവിടുന്ന് പോണല്ലേ, എനിക്ക് ഞാൻ പോണം, എന്നെ പൊന്നു പോലെ എന്റെ വിവാഹത്ത് നോക്കും, പൊന്നു പോലെ വിവാഹത്ത് നോക്കൂ വെച്ചിട്ട് ഇന്നലെ ഇവിടെ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് ഉമ്മാണ്ട് പറയാ വിവാഹത്ത് ഓട്ടോറിക്ഷന്റെ കാര്യം കൊടുത്താളേന്ന്. അതും പറഞ്ഞു. അതിനിപ്പോ നിങ്ങള് അതിനിപ്പോ ഇവിടുന്ന പൈസ നിങ്ങളൊക്കെ കൊടുത്തെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ. വല്യമാക്ക് കിട്ടിയ 500 ഉറുപ്പിക ഇവിടെ തരും. ബാക്കിയൊക്കെ സക്കാത്തിന്റെ കായ് ആ കായൊക്കെ എടുത്തേക്കും. എല്ലേ പറഞ്ഞു ഈ അമ്മായിക്കാര് കൊടുക്കും ചെയ്യും. അമ്മായി എന്തൊക്കെ പറയും ഓനെ വരുമ്പോഴൊക്കെ എന്നോട് ഒട്ടി കവളൊക്കെ ഒട്ടിട്ട് ചെയ്യുന്നത്. ഇപ്പൊ തിന്നിട്ട് തടിച്ചിക്കണ്. വെറുതെ ഇപ്പൊ പറയാലോ, ഇപ്പൊ ഇന്നാട് വന്നിട്ടോളൂ. ഇപ്പൊ ഇന്നലെ രാത്രി കൊതുക് തീരില്ലേ, അത് വെച്ചോണ്ടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയല്ലേ വല്യമ്മ വരുന്നുള്ളത്.
അതിന് ഇങ്ങോട്ട് ചൂടായിക്കണം. ഞാൻ ഓളോടെ നിക്കണെങ്കിൽ കൊതുക് തീരി വെച്ചു തരും. ഇവിടെ വന്നത് കൊതും കടിച്ചിട്ട് പണ്ടാറും കൊതും കടിച്ചിട്ട് പറഞ്ഞിട്ട് ഇന്നലെ മോനെ ഒരു കണ്ണുറങ്ങാൻ എന്റെ തള്ളക്ക് സമ്മതിച്ചിട്ടില്ല. അത് നോക്കണ്ട കുഞ്ഞാപ്പ് ഒന്നുമില്ലല്ലോ, കുറച്ച് ദിവസമല്ലോ. അത് നോക്കണമൊന്നുമില്ല, ഞങ്ങൾ ഇടക്ക് വന്നാ നോക്കും. അല്ല വല്യമ്മ അതൊക്കെ പറയും, അത് നോക്കട്ടെ. പ്രായമായി പാവല്ലേ, ഇങ്ങൾക്കും പൈസ ഒക്കെ തരലില്ലേ? അതോടെ ഞങ്ങക്ക് പാവാൻ തോന്നാം. അല്ലെങ്കിലും പ്രായമായിട്ട് ആദ്യമൊക്കെ നല്ല നോക്കിയിരുന്നില്ലേ വല്യമ്മ? അതൊക്കെ പൈസ നിന്നിപ്പോ വല്യമ്മ അങ്ങനത്തെ എല്ലാം ഇല്ല. വല്യമ്മക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടാവില്ല. ഇനിയിപ്പൊ പറയണ്ട് അമ്മായിട്ടോടക്ക് തന്നെ അമ്മാടക്ക് തന്നെ പോവുകയാണ്. ഞാനിവിടെ എന്തിനാണ് ഇന്നോട് പിടിച്ചു കൊണ്ടിരിക്കണെന്ന്. ഞങ്ങള് പിടിച്ചു കൊണ്ടോന്നല്ലേ, വന്നതല്ലേ. നിങ്ങള് പിടിച്ചു വന്ന തന്നെ ഇവിടെ അതില്ല ഇതില്ല കാട്ടില്ല. ഞാന് അമ്മായിന്റെ ഓളോടെ സുഖമായി തിന്ന് കെടുക്കായിരുന്നു. എനിക്ക് കഷ്ടകാലത്തിന് വരാൻ തോന്നിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുറുകുടുത്ത് തിന്നിട്ട് ഇപ്പൊ അരിമണി അരിമണി തേങ്ങ വറുത്ത് കൊടുക്കാൻ പറഞ്ഞിന്ന്. അത് കൊടുത്ത് പോയോക്ക്. ഇതാ വരണേ വലിയമ്മ. ഇപ്പൊ അരിമണി ഇമ്മ ഇപ്പൊ വരൂട്ടെ. എന്നിട്ട് അരിമണി വറുത്തന്നെ നമ്മക്ക് ഉണ്ടാക്കും. ചായ ഒക്കെ വെള്ളം നിറച്ച് കുടിക്കട്ടാ. ഞാന് തേങ്ങ വന്നിട്ടാ എന്നെ കാണണ്ടഞ്ഞ് വലിയമാരെ പേര് മണ്ടിക്കുന്നു മനസ്സിലായിക്കണത്.